റിനു, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രാഥമിക പരിശോധന നടക്കുകയാണ്. പക്ഷേ അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ബ്ലഡ് പ്രഷർ വേരിയേഷൻ കണ്ടാൽ മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതല്ലെങ്കിൽ തെളിവെടുപ്പ് ഇപ്പോൾ തുടരുമോ? അരുൺകുമാർ, തെളിവെടുപ്പിൻ്റെ കാര്യത്തിൽ നിലവിൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരണം നൽകുന്നില്ല. കാരണം ഈ ഒരു ദേഹാസ്വസ്ഥം ഉണ്ടായതിനെ തുടർന്ന് ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചയോടുകൂടി തെളിവെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിലവിൽ അത്തരമൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ അഫാനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ചികിത്സയ്ക്ക് ശേഷം ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായി ഇരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകളിൽ അദ്ദേഹം നടന്നു തന്നെയാണ് ഈ അഫാൻ പുറത്തേക്ക് വരുന്നത്. വലിയ ആരോഗ്യ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ സെല്ലിൽ കിടത്തുമ്പോൾ ഈ മുണ്ട് ഉടുപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ബർമുഡ നൽകി, ട്രൗസർ നൽകിയാണ് കിടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആത്മഹത്യാ പ്രവണത നിലവിൽ ഉള്ള സാഹചര്യത്തിൽ അത്രയും പ്രിക്കോഷനോട് കൂടിയാണ് പോലീസ് എടുത്തിരുന്നത്. എന്തായാലും മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു കാര്യം കൂടി ചോദിക്കാം. നമുക്ക് അരുൺകുമാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയ പറഞ്ഞോളൂ റിനു. ൊന്നുമില്ല, മറ്റ് ആശുപത്രികളിലേക്കൊന്നും മാറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി നൽകുന്ന വിവരം. മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധ്യത തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള കാര്യമാണ്. സച്ചിനെ, ഓക്കെ, ഇപ്പോൾ അഫാനയുമായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു വീണ്ടും പാങ്ങോട് സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അഫാൻ ഇനി പോകുന്നത്, അഫാനയും കൊണ്ട് പോകേണ്ടത് സൽമാ ബീവി എന്ന പിതൃമാതാവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചാണ് ഉമ്മയെ സ്വർണ്ണമാല ചോദിച്ച് കൊടുക്കാഞ്ഞതിൻ്റെ പേരിൽ അഫാൻ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നത്. ആ വീട്ടിലേക്കൊക്കെ ചെന്ന് കയറുക എന്നുള്ളത് വൈകാരിക ബന്ധമുള്ളൊരു വീടായിരിക്കും. സ്വാഭാവികമായും മാതാവിനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നില്ല എന്നും മാല കിട്ടാത്ത സാഹചര്യത്തിൽ വൈരാഗ്യം തോന്നി പിതൃമാതാവിനെ ചുറ്റിക കൊണ്ടടിച്ചു കൊല്ലുകയുമായിരുന്നു എന്നാണ് അഫാൻ കൊടുത്തിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ വളരെ വൈകാരിക ബന്ധമുള്ള ഒരു ഇടമായിരിക്കും. അവിടേക്ക് ഈ അഫാൻ 23 വയസ്സാണ്. അയാളെ കൊണ്ടു ചെല്ലുമ്പോൾ അയാൾക്ക് മുൻ ഈ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്ത് ശീലവുമില്ല. അയാൾ സ്വാഭാവികമായും പതറാനുള്ള സാധ്യതയുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിന് മുൻപാണ് ഇപ്പോൾ അഫാൻ കുഴഞ്ഞു വീണത്. അഫാനെ പ്രാഥമിക വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. പ്രാഥമിക വൈദ്യപരിശോധന കഴിഞ്ഞ് വീണ്ടും പാങ്ങോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. റിനു, അഫാനെ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെയാണോ കൊണ്ടുപോകുന്നത്, പാങ്ങോട്ടേക്ക്? അരുൺകുമാർ, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ തിരിച്ച് സെല്ലിലേക്ക്, അതായത് ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ. ചെറിയ ഒരു തലചുറ്റൽ ഒന്നും അല്ല എന്നുള്ളതാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. ആരോഗ്യ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിച്ച് പറയാനാകും. എന്തായാലും തെളിവെടുപ്പ് വൈകും എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ചിലപ്പോൾ വൈകിയേക്കും. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. SP അടക്കമുള്ളവർ എത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ഇത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യത ഉണ്ടായതിനെ തുടർന്ന് SP അടക്കം എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഇയാളെ, ഈ അഫാനെ തിരികെ ഇവിടേക്ക് സെല്ലിലേക്ക് തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ നിന്ന് ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും അഫാൻ്റെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ തെളിവെടുപ്പ് ചിലപ്പോൾ വൈകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അഫാനയുമായി പോലീസ് തിരിച്ച് പാങ്ങോട്ടേക്ക് പോകുന്നു. ഇന്ന് തെളിവെടുപ്പ് നടക്കും.